അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. എടാ, നമ്മൾക്ക് ഈ വർഷം പുതിയ പുസ്തകമാണ്, പുതിയ സിലബസ് ആണ്, പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. അങ്ങനെ മാറി വന്ന ഈ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള SCERT അവരുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാ: ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിന്റെ ജനറ്റിക് മേക്കപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ജനറ്റിക് മേക്കപ്പ് ഓഫ് എ പ്ലാന്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് കണ്ടക്ടഡ് ബൈ മെന്റൽ ഓൺ 2 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്. അതായത് ഹൈറ്റും ഷേപ്പ് ഓഫ് സീഡും, അത് ഉയരവും അതുപോലെ തന്നെ വിത്തിന്റെ ആകൃതിയൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ജനിതഘടന ചുവടെ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ പ്ലാന്റിന്റെ ജനിതഘടന ജസ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് വായിച്ചു നോക്കാം. ദാ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. അതായത് അതെന്താണ്? ക്യാപിറ്റൽ ടി രണ്ടും ക്യാപിറ്റൽ ടി വന്നാൽ, രണ്ടും വല്യുട്ടി വന്നാൽ അതെന്തായിരിക്കും? അത് ടോൾ പ്ലാന്റ് ആയിരിക്കും. പിന്നെ ക്യാപിറ്റൽ ആർ ഉണ്ട്, സ്മോൾ ആർ ഉണ്ട്. വലുതും ചെറുതും വന്നാൽ ആരെ പരിഗണിക്കണം? വലുതിനെ പരിഗണിക്കണം, ചെറുതിനെ അവഗണിക്കണം. പോടാ എന്ന് പറയണം. അപ്പൊ ഇത് റൗണ്ട് ആയിരിക്കുമോ, റിങ്കിൾഡ് ആയിരിക്കുമോ? റൗണ്ട് ആയിരിക്കും. അതെ, അപ്പൊ ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ്. ഓക്കെ, അത് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളെ ചോദ്യം അതൊന്നുമല്ല. ഇതിവിടെ ഒരു മെന്റൽ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിൽ മെന്റലിന് കിട്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ്. ഉയരം കൂടിയ ഉരുണ്ട വിത്ത് എന്ന് പറയുന്ന ഒരു ചെടി മെന്റലിന് കിട്ടി. ഓക്കെ, ബൈ ഡെഫിനിഷൻ മൂപ്പര് കുറെ ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മൂപ്പരെടുത്ത് കിട്ടി. അതാണ് ഇപ്പൊ ഇതെന്ന് വിചാരിക്കുക. ഓക്കെ, അതങ്ങനെ കിട്ടി. ഇനി ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, റേറ്റ് ദ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ബി പ്രസന്റ് ഇൻ ദ ഗമേറ്റ്സ് ഫോംഡ് ഫ്രം ദിസ് പ്ലാന്റ്. ഈ പ്ലാന്റിൽ നിന്ന്, ഈ ചെടിയിൽ നിന്ന്, ഈ ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ് അല്ലെങ്കിൽ ഉയരം കൂടിയ ഉരുണ്ട വിത്ത് എന്നറിയപ്പെടുന്ന ഈ ചെടിയിൽ നിന്നുണ്ടാകുന്ന ബീജകോശങ്ങളുടെ ഘടകങ്ങൾ എഴുതാനാണ്. റേറ്റ് ദ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ബി പ്രസന്റ് ഇൻ ദിസ് ഗാമേറ്റ്സ് ഫോംഡ് ഫ്രം ദിസ് പ്ലാന്റ്. ഈ പ്ലാന്റിൽ നിന്നും ഫോം ചെയ്യുന്ന ഗാമേറ്റ്സിന്റെ ആ ബീജകോശങ്ങളുടെ ഘടകങ്ങൾ എഴുതാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് എങ്ങനെ എഴുതും എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ചില ആൾക്കാർക്ക് ടെൻഷൻ ഉണ്ടാവും, ഇതിപ്പോ എന്താ സാർ പറയുന്നത് എന്നുള്ളത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് ആ ചെടിനെ സെപ്പറേറ്റ് ഇങ്ങനെ മാറ്റി എഴുതാം. എന്താ? ക്യാപിറ്റൽ ടി സ്മോൾ ടി അല്ല, സോറി, രണ്ടും ക്യാപിറ്റൽ ടി. മണ്ടൻ. ഓക്കെ, രണ്ടും ക്യാപിറ്റൽ ടി. ഓക്കെ, രണ്ടും വല്യുട്ടി, വല്യാറ്, കുഞ്ഞാറ്. ഓക്കെ, ഇതാണ് പ്ലാന്റ്, ടോൾ പ്ലാന്റ്, റൗണ്ട് സീഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഇതിൽ നിന്നും നെക്സ്റ്റ് ജനറേഷനിലേക്ക് ആരൊക്കെ പോകുന്നു ചോദിച്ചാൽ, ഒന്നുകിൽ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും പോകാം. അങ്ങനെ പോയിക്കൂടെ? ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും പോകാം. അപ്പൊ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ഇങ്ങനെ പോകാം. അതിനൊരു വട്ടം ഇട്ട് കൊടുക്കണം, ഒരു ട്രൗസർ ഇട്ട് കൊടുക്കണം, നിർബന്ധമാണ്. ഓക്കെ, ട്രൗസർ നിർബന്ധമാണ്, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ എന്ത് പോവാം? ക്യാപിറ്റൽ ടിയും സ്മോൾ ആറും പോവാം. അങ്ങനെയും പോയിക്കൂടെ? പോകാം, നിർബന്ധമൊന്നുമില്ല. ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആർ തന്നെ പോകണം നിർബന്ധമൊന്നുമില്ലല്ലോ. ക്യാപിറ്റൽ ടിയും സ്മോൾ ആറും അങ്ങനെയും പോകാം. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ടി, സ്മോൾ ആർ, അതിനും എന്തിട്ട് കൊടുക്കണം? ട്രൗസർ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വട്ടം ഇട്ട് കൊടുക്കണം. ഈ രണ്ട് ഗമേറ്റ്സുകൾ, ഈ രണ്ട് ഘടകങ്ങളാണ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോവുക. ഇനി വേറെ ആരെങ്കിലും ഉണ്ടോടാ? ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും വന്നു. ഓക്കെ, ക്യാപിറ്റൽ ടിയും സ്മോൾ ആറും വന്നു. ഓക്കെ, അതും വന്നു. ഇനി ചില ആൾക്കാർ പറയും, എന്നാ ഈ ക്യാപിറ്റൽ ടിയും ഈ ക്യാപിറ്റൽ ആറും. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ വന്നു, ഓൾറെഡി വന്നു. അത് രണ്ട് ക്യാപിറ്റൽ ടി ഉണ്ടെങ്കിലും അതിനെ റെപ്രസെന്റ് ചെയ്തിട്ട് എത്ര ആളെ പോവുള്ളൂ? ഒരാളെ പോവുള്ളൂ. ഓക്കെ, പിന്നെ ഇവിടെ ഒന്ന് ക്യാപിറ്റൽ ആറും ഒന്ന് സ്മോൾ ആറും ആണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, ഇവിടെ ക്യാപിറ്റൽ ആറും ഇവിടെ സ്മോൾ ആറും വന്നത്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആറും, ക്യാപിറ്റൽ ടി, സ്മോൾ ആറും നമ്മൾ എഴുതി. ഇനി വേറെ ഏതെങ്കിലും ഫോർമേഷൻസ് ഉണ്ടോ ഇതിൽ? വേറെ ഏതെങ്കിലും ഫോർമേഷൻസ് ഇതിലുണ്ടോ? ഒരാളും ഇല്ല. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഘടകങ്ങൾ, ഈ രണ്ട് ഫാക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ജനറേഷനിലേക്ക്, അടുത്ത തലമുറയിലേക്ക് ഈ പ്ലാന്റിൽ നിന്നും ഫോംഡ് ഫ്രം ദിസ് പ്ലാന്റ്, ഈ പ്ലാന്റിൽ നിന്നും ഫോം ചെയ്യുക. ഓക്കെ അല്ലേ? റൈറ്റ് ദ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ബി പ്രസന്റ് ഇൻ ഗാമേറ്റ്സ് ഫോംഡ് ദിസ് പ്ലാന്റ്. ഈ പ്ലാന്റിൽ നിന്നും ഫോം ചെയ്യുന്ന ഗാമേറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിന് 1 or 2 മാർക്ക് ഉണ്ടാവും, മിക്കവാറും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, പക്ഷെ കുറച്ച് ചിന്തിച്ച് ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതും നമ്മുടെ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്, പക്ഷെ DNA ബന്ധപ്പെട്ട ചോദ്യമാണ്, അല്ലാതെ മെന്റലിന്റെ ക്രോസിംഗുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല, DNA ബന്ധപ്പെട്ട ചോദ്യം. സെലക്ട് ദ കറക്റ്റ് ആൻസർ എന്താ ചെയ്യുക, സെലക്ട് ചെയ്യുക. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തരും, പിന്നെ അതിന്റെ റീസൺ തരും, അല്ലെങ്കിൽ 2 സ്റ്റേറ്റ്മെന്റുകൾ തരും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1: DNA ആൻഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആർ ദ പ്രൈമറി കോമ്പണന്റ്സ് ഓഫ് എ ക്രോമസോം. ഒരു ക്രോമസോമിന്റെ പ്രൈമറി കോമ്പോണന്റ്, ഒരു ക്രോമസോമിന്റെ പ്രധാനപ്പെട്ട മുഖ്യമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് DNA-യും ഹിസ്റ്റോണും ആണ്. അത് ശരിയാണോ? ക്രോമസോമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം DNA-യും ഹിസ്റ്റോൺ എന്ന പ്രോട്ടീനാണോ? ആണ്. DNA-യും ഹിസ്റ്റോൺ എന്ന പ്രോട്ടീനുമാണ് എന്ത്, ക്രോമസോമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, നമുക്കിവിടെ തൽക്കാലം എന്ത് ചെയ്യാം, ഒരു പച്ച ടിക്ക് ഇട്ട് കൊടുക്കാം. അത് ശരിയാണ് കേട്ടോ, അത് ശരി. ഇതല്ല, സോറി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റോടെ പോയി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, സന്തോഷം. ഓക്കെ, ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്: DNA strands wind around this octamer to form a structure called nucleosome.
ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്ത് എന്തുണ്ടാകുന്നു? ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. ഹിസ്റ്റോണും DNA പ്രോട്ടീനാണ് ക്രോമസോമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അത് നമ്മൾ ശരിയാണെന്ന് പറഞ്ഞു. ആ ഹിസ്റ്റോൺ ഒക്ടാമറിനെ DNA ഇഴകൾ ഇങ്ങനെ വലയം ചെയ്യും, സ്ട്രാൻഡ് ചെയ്യും, അതിനെങ്ങനെ ചുറ്റിയിട്ട് എന്തുണ്ടാക്കും? ന്യൂക്ലിയോസോം ഉണ്ടാക്കും. എന്തുണ്ടാക്കും? ന്യൂക്ലിയോസോം ഉണ്ടാക്കും. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അതും ശരിയാണ്. അതും ശരിയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. അങ്ങനെയെങ്കിൽ ആൻസർ നിങ്ങൾ പറയണം. പ്രസ്താവന 1ഉം 2ഉം ശരി. 1ഉം 2ഉം ശരിയാണ്. അപ്പൊ ഏതാണ് ആൻസർ? എ ആണ് ആൻസർ. ബാക്കി ഇനി വായിക്കേണ്ട ആവശ്യം പോലില്ല. കാരണം നമുക്ക് എ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? എ തന്നെ ആൻസർ ആണ്. പിന്നെ ബിയും സിയും ഡിയും വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ അതും ആൻസർ കിട്ടി. ഓക്കെ, സന്തോഷ്, ഹാപ്പി, ഗുഡ് അല്ലേ? അപ്പൊ ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? വഴിയെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ലൈവിലൊക്കെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ കൃത്യമായിട്ട് ലൈവും അതുപോലെ തരത്തിലുള്ള വീഡിയോകളൊക്കെ എന്താ വീക്ഷിക്കുക. എന്നിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. ഓണപരീക്ഷയും ക്രിസ്മസ് എക്സാമും അവസാനം നമ്മുടെ എല്ലാവരുടെയും ഫൈനൽ എക്സാം, പബ്ലിക് എക്സാം എന്ത് ചെയ്യണം? നമുക്ക് ഉഷാറായിട്ട് പഠിക്കണം, സെറ്റ് ആക്കണം, അടിപൊളിയാക്കണം, എൻജോയ് ചെയ്യണം. ഗുഡ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാഗങ്ങളും നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.